ജഗരവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും കനത്ത രാഷ്ട്രീയ തിരിച്ചടി നേരിടുന്നത് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എം വിഭാഗത്തിനാണ്. പതിറ്റാണ്ടുകളോളം മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ഗതിവിധികൾ നിയന്ത്രിച്ചിരുന്ന മാണി ഗ്രൂപ്പിൻ്റെ അപ്രമാദിത്വം നഷ്ടമാകുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. വിശദമായി നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്തും സപ്പോർട്ടും ചെയ്യണം. മത്സരിച്ച 12 സീറ്റുകളിലും ലീഡ് നേടാനാകാതെ പാർട്ടി സമ്പൂർണ്ണ തകർച്ചയാണ് നേരിട്ടത്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിലും മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് കോട്ടയം മേഖലയിലെ വലിയ മുന്നേറ്റം നൽകാൻ ജോസ് വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ ക്രൈസ്തവ മേഖലകളിലടക്കം ഉണ്ടായ വോട്ട് ചോർച്ച പാർട്ടിയെ സംപൂജ്യരാക്കുകയാണ് ചെയ്തത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സ്വന്തം തട്ടകമായ പാലായിൽ വീണ്ടും തോറ്റു. സിറ്റിംഗ് MLAയും UDF സ്വതന്ത്രനുമായ മാണി സി കാപ്പൻ 2417 വോട്ടിനാണ് ജോസ് കെ മാണിയെ തോൽപ്പിച്ചത്. KM മാണി എന്ന രാഷ്ട്രീയ അതികായകന്റെ തട്ടകമായ പാലായിലെ ജോസ് കെ മാണി നേരിട്ട പരാജയം പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ്. 1965 മുതൽ 2019 വരെ KM മാണി കാത്തുസൂക്ഷിച്ച പാലാ മണ്ഡലം തുടർച്ചയായ 3ാം തവണയും കൈവിട്ടു പോകുന്നത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. UDF സ്വതന്ത്രനായ മാണി സി കാപ്പൻ പാലായിൽ ആധിപത്യം തുടരുമ്പോൾ സ്വന്തം നാട്ടിൽ പോലും അംഗീകാരം നേടാൻ ജോസ് കെ മാണിക്ക് സാധിക്കുന്നില്ല എന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ വിരൽ ചൂണ്ടുന്നത് പ്രധാന പരാജയ കാരണമായിട്ടാണ്. അതായത് പാർട്ടിയിലെ വമ്പൻ സ്രാവുകളും ഈ തെരഞ്ഞെടുപ്പിൽ അടിപതറി വീണിട്ടുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലും ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് കാഞ്ഞിരപ്പള്ളിയിലും തിരിച്ചടി നേരിട്ടു. ഇടുക്കിയിൽ റോയ് കെ പൗലോസും കാഞ്ഞിരപ്പള്ളിയിലെ റോണി കെ ബേബിയും ഉണ്ടാക്കിയ മുന്നേറ്റം കേരള കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളിലാണ് വിള്ളലുണ്ടാക്കിയത്. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും പിന്നിലായതോടെ നിയമസഭയിലെ മാണി വിഭാഗത്തിന് പ്രാതിനിധ്യമില്ലാത്ത സാഹചര്യം ഉടലെടുത്തു. UDFന്റെ അവിഭാജ്യ ഘടകമായിരുന്ന മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയത് 2021 ഗുണം ചെയ്തെങ്കിലും 26 അത് രാഷ്ട്രീയ ആത്മഹത്യയായിട്ട് മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം വീശിയടിച്ച ഭരണവിരുദ്ധ തരംഗത്തിൻ്റെയും UDF അനുകൂല കാറ്റിൻ്റെയും പ്രധാന ഇരയായത് കേരള കോൺഗ്രസ് ആണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. മാണി വിഭാഗം നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങുമ്പോൾ UDFൽ ഉറച്ചു നിന്ന PJ ജോസഫ് വിഭാഗം വൻ നേട്ടമാണ് ഉണ്ടാക്കിയത്. 8 സീറ്റുകളിൽ മത്സരിച്ച അവർ ഇരിഞ്ഞാലക്കുട, കോതമംഗലം, തൊടുപുഴ, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, കുട്ടനാട്, തിരുവല്ല എന്നിവിടങ്ങളിലെ വിജയമുറപ്പിച്ചു. യഥാർത്ഥ കേരള കോൺഗ്രസ് ആര് എന്ന തർക്കത്തിന് വോട്ടർമാർ നൽകിയ മറുപടിയായിട്ടാണ് ഈ ജോസ് വിഭാഗം ഈ വിജയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ക്രൈസ്തവ മേഖല കൈവിട്ടു. 1965 മുതൽ തുടർച്ചയായിട്ട് 13 തെരഞ്ഞെടുപ്പുകളിൽ KM മാണി ജയിച്ച മത്സരം 2019 ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യം കൈവിടുന്നത്. KM മാണിയുടെ മരണത്തോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ കേരള കോൺഗ്രസിൻ എമ്മിനായിട്ട് രംഗത്തിറങ്ങിയത് ജോസ് ടോം പുളിക്കുന്നേൽ തോറ്റതോടെയാണ് മണ്ഡലം ആദ്യമായിട്ട് കയ്യിന്ന് പോയത്. 2021 ജോസ് കെ മാണി മണ്ഡലം തിരിച്ചുപിടിക്കാൻ രംഗത്ത് ഇറങ്ങിയെങ്കിലും മാണി സി കാപ്പനോട് 15,378 വോട്ടിന് തോറ്റു. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. ഒരു പാർട്ടിയിലെ രണ്ടാമനായിട്ടുള്ള ജലവിഭവം ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ, മുതിർന്ന നേതാവ് N ജയരാജ്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലാണ്, അതുപോലെ ഈ N ജയരാജ് കാഞ്ഞിരപ്പള്ളിയിലാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അത് പൂഞ്ഞാറിലാണ്. എന്നിവരും തോറ്റു. അപ്പോൾ PJ ജോസഫുമായിട്ടുള്ള തർക്കത്തെ തുടർന്ന് UDF വിട്ടിട്ട് LDFലെത്തിയ കേരള കോൺഗ്രസ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോട്ടയം ജില്ലയിലെ ഇടതുമുന്നണിക്ക് വലിയ മുന്നേറ്റം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2021 12 സീറ്റിൽ മത്സരിച്ച പാർട്ടി 5 സീറ്റിലാണ് ജയിച്ചത്. 1982 മുതൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായിരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിട്ട് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച സംഭവമാണ്. CPMന്റെ പല തട്ടിലുള്ള നേതാക്കളുമായിട്ട് സംസാരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കിട്ടേണ്ട സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയുണ്ടാക്കിയ ശേഷമാണ് അന്ന് CPMലേക്ക് മാറുന്നുവെന്ന പ്രഖ്യാപനം നടത്തിയത്.
ഈ തീരുമാനം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പതനത്തിന് തുടക്കമാണെന്നത് അന്ന് തന്നെ ഏറെക്കുറെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ജോസ് കെ മാണിയുടെ തട്ടകമായിരുന്ന കോട്ടയം ജില്ലയിലെ രണ്ടിലയ്ക്ക് കാര്യമായ വാട്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. പരമ്പരാഗതമായി അടിത്തറയുള്ള ഇടങ്ങളിൽ പോലും ജോസ് കെ മാണി വിഭാഗത്തിന് അടിതെറ്റുന്ന കാഴ്ച. ഒരു ഘട്ടത്തിലെ UDFിലേക്ക് തിരിച്ചു വരാനുള്ള സുവർണാവസരം കേരള കോൺഗ്രസ് എം മുന്നണിക്ക് മുന്നിലുണ്ടായിരുന്നിട്ടും LDFിൽ തുടരാനായിട്ട് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. ആ ഒരു തീരുമാനമാണ് ഇവരെ ഒന്നടങ്കം കുഴിയിലെ അടിച്ചത്. പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി UDFിലേക്കുള്ള തിരിച്ചുവരവിന് തയ്യാറെടുത്തിരുന്നുവെങ്കിലും മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ്റെയും സംഘത്തിൻ്റെയും എതിർപ്പായിരുന്നു തിരിച്ചടിയായത്. അത് പക്ഷേ പാർട്ടിയുടെ കണക്കുകൂട്ടലുകളിൽ കത്തിവെക്കുന്ന തീരുമാനമായിപ്പോയി എന്ന് പറയാം. അതേസമയം PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് UDFിനൊപ്പം ഉറച്ചു നിന്ന് ശക്തി തെളിയിച്ചു. 8 മത്സരിച്ച കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗം 7 മുന്നിലെത്തിയത്. ഇരിഞ്ഞാലക്കുട, കോതമംഗലം, തൊടുപുഴ, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, കുട്ടനാട്, തിരുവല്ല മണ്ഡലങ്ങളിലെ PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് ജയമുറപ്പിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.